Hi, hello, welcome back to my channel. It's me Kanmani. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കുറേ നാളായില്ലേ നമ്മൾ ഡേ ഇൻ മൈ ലൈഫ് ചെയ്തിട്ട്. ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിലുള്ള ഡേ ഇൻ മൈ ലൈഫ് ചെയ്തിട്ട് കുറേ നാളായില്ലേ. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാമെന്ന്. സത്യം പറഞ്ഞാൽ എനിക്ക് സമയമേ ഇല്ലായിരുന്നു. കണ്ണൂർ പോയിട്ട് വന്നിട്ട് അത് കഴിഞ്ഞാണ് അമ്പലത്തിൽ പോയത്. അത് കഴിഞ്ഞ് അമ്പലത്തിലെ തിരക്കും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പിന്നെ ബാംഗ്ലൂർ പോയി. അത് കഴിഞ്ഞ് വന്നു കഴിഞ്ഞപ്പോൾ ഭയങ്കര ടയേർഡായിപ്പോയി. ഇപ്പോഴാണ് സമയം കിട്ടിയത്. അതെല്ലാം കഴിഞ്ഞ് വന്നപ്പോൾ വീട് ഒരു പരുവായിട്ടുണ്ടായിരുന്നു. പരുവെന്ന് പറഞ്ഞാൽ വൃത്തിയില്ലായ്മയല്ല, അവിടെ ഇവിടെയെല്ലാം ഓരോന്ന് മാറ്റി വെച്ച് പിന്നെ ഒരുപാട് തുണി കഴുകാനുണ്ടായിരുന്നു. വന്നു കഴിഞ്ഞിട്ട് പിന്നെ അതൊന്നും ചെയ്യാനുള്ള ഒരു ഇത് എനിക്കില്ലായിരുന്നു. അപ്പോൾ ഇന്ന് ക്ലീനിങ് കൂടാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല. അപ്പോൾ തൊട്ടടുത്തൊരു ബെൽ ബട്ടൺ വരും. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഓൾ എന്നൊരു ഓപ്ഷൻ വരും. അതുകൂടെ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഇനി ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് മിസ് ചെയ്യാതെ കിട്ടത്തുള്ളൂ. എന്നാൽ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ. രാവിലെ ഞാൻ പല്ല് തേക്കാൻ ഇറങ്ങിയതാണ് കേട്ടോ. എന്നും രാവിലെ പല്ല് തേക്കാൻ ഇറങ്ങുമ്പോഴത്തേക്കിനും ഞാൻ എൻ്റെ കൃഷിക്ക് വെള്ളം ഒഴിക്കും. കൃഷി എന്ന് പറഞ്ഞാൽ അങ്ങനെ വലിയ കൃഷികളൊന്നുമല്ല. ഇതിൻ്റെ വീഡിയോ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു. സ്ട്രോബെറി, പിന്നെ അനാറ്, അതുപോലെ തന്നെ ഡ്രാഗൺ ഫ്രൂട്ട്, മുന്തിരി, അങ്ങനെ കുറച്ച് ഐറ്റംസും ഉണ്ട്. വെയിലടിക്കുന്നുണ്ടോ. ഞാനിപ്പോൾ എണ്ണിച്ച സമയം വെയിൽ ആയി കഴിഞ്ഞിട്ടാണ് കേട്ടോ. ഒരുപാട് വെളുപ്പിനെ ഒന്നും അല്ല ഞാൻ എണ്ണിച്ചത്. വെയിൽ വന്നതിന് ശേഷമാണ് എണ്ണിച്ചത്. എനിക്ക് എണ്ണിച്ചിട്ട് പിന്നെ പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇത്രയും താമസിച്ച് എണ്ണിക്കുന്നത്. അച്ഛൻ വീട്ടിലുള്ള സമയത്ത് ഞാൻ നേരത്തെ എണ്ണിക്കും. എന്നിട്ട് രാവിലത്തെ ഫുഡ്, ഉച്ചക്കത്തെ ഫുഡെല്ലാം നേരത്തെ ആക്കും. കാരണം അച്ഛന് കൊടുക്കണമല്ലോ. ഞാൻ തന്നെ ഉള്ളെങ്കിൽ പിന്നെ എൻ്റെ കാര്യം നോക്കിയാൽ പോരെ. അത് അച്ഛൻ വരുമ്പോഴത്തേക്കിനും അച്ഛനുള്ളത് വെച്ചാൽ മതിയല്ലോ എന്ന് വിചാരിച്ചാണ് ഈ ലേറ്റായിട്ട് എണ്ണിക്കുന്നത് കേട്ടോ. നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ട് ഇത്രയും വലുതായിട്ടുണ്ട് കേട്ടോ. ചെറിയൊരു ചെടിച്ചട്ടിയിലാണ് അതിരിക്കുന്നത്. അത് മാറ്റി നടേണ്ട സമയം എന്നേ കഴിഞ്ഞ്. ഞാൻ യൂട്യൂബിലൊക്കെ നോക്കിയപ്പോഴത്തേക്കിനും കണ്ടിട്ടുണ്ടായിരുന്നു. ചാട് വെച്ചിട്ടൊക്കെയാണ് അവരത് പടർത്തി എടുക്കുന്നത്. അതുപോലൊക്കെ ചെയ്യണമെന്നുണ്ട്. എന്തായാലും ചെയ്യണം. കാരണം ഈ ഒരു കുഞ്ഞു ചട്ടിയിൽ വെച്ചുകൊണ്ടിരിക്കുന്നത് ശരിയല്ലല്ലോ. പിന്നെ നമ്മുടെ മുന്തിരി ഇതുവരെ ഉണങ്ങിയൊന്നും പോയിട്ടില്ല. പക്ഷേ ആളങ്ങോട്ട് പടരുന്നുമില്ല. അത് ഒരു അത്യാവശ്യം ഇതിൽ നിൽക്കുവാണ് കേട്ടോ. പിന്നെ അടുത്ത എൻ്റെ പണിയാണ്. എല്ലാം എടുത്ത് വെളിയിലിട്ടേക്കാണ് കേട്ടോ. എല്ലാം വെളിയിലിട്ടിട്ട് ഒന്നേന്ന് ക്ലീൻ ചെയ്യാമെന്നുള്ള വിചാരത്തിലാണ് ഞാൻ നിൽക്കുന്നത്. എന്താവുമെന്നൊന്നും എനിക്കറിയത്തില്ല. ഒരു ആവേശത്തിൽ ഞാൻ എല്ലാം വലിച്ചു വാരി ഇട്ടിട്ടുണ്ട്. ഈ ഒരു ടേബിളിലിരുന്ന കുറച്ച് സാധനങ്ങളാണ് കേട്ടോ ഈ കിടക്കുന്നത്. അതൊന്നും ഞാനല്ല വലിച്ചിട്ടത്, അതൊക്കെ അച്ഛനാണ്. നമ്മുടെ ആ ടി വി ഇരിക്കുന്നതിൻ്റെ അവിടുത്തെ ആ ഒരു ഇത് ചെയ്തിട്ടില്ലേ, ആ ചെയ്തേക്കുന്നതിൻ്റെ അവിടെ എങ്ങാണ്ട് മറ്റേ ചെതൽ എന്തോ കൂട് കിട്ടുമോ അങ്ങനെ എന്താണ്ടൊക്കെ പറഞ്ഞിട്ട് അച്ഛൻ അവിടെ ക്ലീൻ ചെയ്ത്. അപ്പോൾ ആ ഒരു സമയത്ത് എല്ലാം കൂടെ വലിച്ചു വാരി ഇങ്ങോട്ട് ഇട്ടതാണ് കേട്ടോ. അത് ഞാൻ വിചാരിച്ചു എന്നാൽ അതെല്ലാം കൂടി വൃത്തിയാക്കി അടുക്കി തുടച്ചൊക്കെ വെക്കാം. പിന്നെ എൻ്റെ കുറേ ഫോട്ടോസുണ്ട്, പിന്നെ കുറച്ച് മൊമെൻറ്റോസ് ഉണ്ട്. അതെല്ലാം പൊടി കയറിയൊക്കെ ഇരിക്കുമല്ലായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് തുടച്ച് നല്ല വൃത്തിക്ക് വെക്കാം. എല്ലാം കൂടെ വാരി വലിച്ചിട്ടിട്ടുണ്ട്. എൻ്റെ റൂമും ഈ ഒരു അവസ്ഥയിലാണ് കേട്ടോ. റൂമിൽ നിന്നും ഞാൻ കുറേ സാധനങ്ങൾ വാരി വലിച്ചിട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ അടുക്കളയും ഞാൻ കുറേ സാധനങ്ങൾ വാരി വലിച്ചിട്ടിട്ടുണ്ട്. പിന്നെ കുറേ പാത്രങ്ങൾ കഴുകാനുണ്ട് കേട്ടോ. ഇതൊക്കെ എന്താവുമെന്ന് എനിക്കറിയത്തില്ല. ഞാൻ ചെയ്ത് തീർക്കുമെന്ന് തന്നെ എനിക്കറിയത്തില്ല. പക്ഷേ എന്തെങ്കിലും ഒരു ജോലി ചെയ്യാനായിട്ട് ഒരാവേശം വന്നു കഴിഞ്ഞാൽ പിന്നെ എന്നെ പിടിച്ചാൽ കിട്ടില്ല കേട്ടോ. പിന്നെ ഞാൻ ഭയങ്കര ജോലിയിലായിരിക്കും. കറമ്പൂച്ച ഇവിടെ ഉണ്ടായിരുന്നു. ഇപ്പൊ അവൻ എതിനെ പോയേക്കോ. ഇതിപ്പോ ഉപ്പനെ നോക്കി ഇരിക്കുവാ കേട്ടോ. ഉപ്പ കണ്ണി കൊത്തുവേ. നോക്കി ഇരിക്കുന്ന ചെറുക്കൻ. ഞാൻ നോക്കിയപ്പോഴേ ആ പൂച്ച വന്ന് വിളിച്ചോണ്ട് പോകുന്നു. അങ്ങനെ നന്ദു വന്നിട്ടുണ്ടായിരുന്നു. നന്ദുവായിട്ട് കുറച്ചു നേരം കാര്യം പറഞ്ഞു. പിന്നെ ഞാൻ വീണ്ടും എൻ്റെ ജോലിയിലേക്ക് കടക്കാൻ തുടങ്ങുകയാണ് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ എൻ്റെ റൂമും ഏറെക്കുറെ നല്ല വൃത്തികേടായിട്ട് കിടക്കുവാണെന്ന്. ഇപ്പോഴത്തെ എൻ്റെ റൂമിൻ്റെ കോലമാണ് കേട്ടോ. ഇത് വേണ്ട സാധനങ്ങളും വേണ്ടാത്ത സാധനങ്ങളും ഒക്കെ ഞാൻ മാറ്റി തിരിച്ച് അവിടെ ഇവിടെയൊക്കെ ഇട്ടിട്ടുണ്ട്. ഇനി ഈ റൂം ഒന്ന് വൃത്തിയാക്കി എടുക്കണം. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, അടുക്കള ഭയങ്കര അലമ്പായിട്ട് കിടക്കുവാണെന്ന്. കണ്ടോ, അടുക്കളയിൽ ഇഷ്ടം പോലെ പാത്രം കഴുകാനുണ്ട്. ഇതിനി നിന്ന് കഴുകണം. ഇതിലേത് ജോലിയാണ് വേഗം തീർക്കേണ്ടത്, ഏത് ജോലിയാണ് ആദ്യം ചെയ്യേണ്ടത് എന്നുള്ള കൺഫ്യൂഷനിലാണ് കേട്ടോ ഞാൻ. ഈ പാത്രങ്ങൾ സത്യം പറഞ്ഞാൽ കഴുകാനിരുന്നതല്ല, ഞാൻ വൃത്തിയാക്കിയ കൂട്ടത്തിൽ അവിടുന്ന് ഇവിടുന്നുമൊക്കെ എടുത്തതാണ് കേട്ടോ. അങ്ങനെ ഞാൻ എല്ലാം വൃത്തിയാക്കിയിട്ട്
പിന്നെ നന്ദുവിൻ്റെ അടുത്തോട്ട് പോയേ. അവിടെ ചെന്നപ്പോഴത്തേക്കിനും അവിടെ ടെൻഷനും കൊച്ചുമോൻ ചേട്ടനും ഇരുന്ന് പാക്ക് പൊളിക്കുമായിരുന്നു കേട്ടോ. പിന്നെ നന്ദു കാപ്പി ഇടാനുള്ള ആ ഒരു പ്ലാനിങ്ങിലൊക്കെ ആയിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് നന്ദു അവളുടെ കെട്ടിയനായിട്ട് വഴക്കുണ്ടാക്കുകയാണ് കേട്ടോ. രണ്ടും കൂടെ ഏത് നേരവും കീരിയും പാപ്പുമാണ് ഗൈസ്. ചുമ്മാ തമാശയ്ക്ക് വഴക്കുണ്ടാക്കുന്നതാണ്. അങ്ങനെ ഞാനും അവരുടെ കൂടെ കൂടി കുറച്ച് പാക്കൊക്കെ പൊളിച്ചു. പിന്നെ എനിക്ക് കുറച്ച് വീഡിയോ എടുക്കണമായിരുന്നു. നന്ദു കാപ്പി ഇട്ടിട്ട് വന്നിട്ട് എനിക്ക് കുറച്ച് വീഡിയോ ഒക്കെ എടുത്ത് തന്ന്. അവളിപ്പോൾ ഗർഭിണനാണെങ്കിൽ കൂടി എനിക്ക് വീഡിയോ ഒക്കെ എടുത്ത് തരുന്ന അവളാണ് കേട്ടോ. വീഡിയോ ഒക്കെ എടുത്തിട്ട് ഞാൻ ദാ വീട്ടിലേക്ക് വന്ന് ക്ലീൻ ചെയ്തൊക്കെ നിങ്ങളെ കാണിക്കണ്ടേ. ദാ ക്ലീൻ ചെയ്തു. ഈ ഒരു ദിവാങ്കോട്ട് കുറച്ച് ഫ്രണ്ടിലായിരുന്നു കേട്ടോ കിടന്നിരുന്നത്. അത് കുറച്ച് ബാക്കിലേക്ക് ഇറക്കിയിട്ടുണ്ട്. പിന്നെ ആ സൈഡിൽ ചെയർ കൊണ്ടിട്ട് ഇപ്പോൾ ഇഷ്ടം പോലെ സ്ഥലമുണ്ട് കേട്ടോ. പിന്നെ വിളക്ക് കത്തിക്കുന്ന അവിടെ നന്നായിട്ട് ക്ലീൻ ചെയ്ത് ആ ഇട്ടേക്കുന്ന ആ വെള്ള തുണിയില്ലേ, അത് തിരുവൈരാണിക്കുളത്ത് പോയപ്പോൾ വാങ്ങിച്ചതാണ് കേട്ടോ. പിന്നെ അതിൻ്റെ മുകളിൽ ഇട്ടേക്കുന്ന ആ പട്ടും തിരുവൈരാണിക്കുളത്തുനിന്ന് കിട്ടിയതാണ്. നമ്മളെവിടെയെങ്കിലും വെച്ചാൽ അത് പൊടിയാവുകയോ അങ്ങനെയൊക്കെ ആവത്തില്ലേ. ഇതാകുമ്പോൾ വിളക്ക് വെക്കുന്നിടത്ത് തന്നെ നൂർത്തിടുകയാണെന്നുണ്ടെങ്കിൽ അത് നന്നായിട്ട് ഇരിക്കുമല്ലോ. ഇനി അടുത്ത് എൻ്റെ റൂമാണ് കേട്ടോ. എൻ്റെ റൂം ഞാൻ എന്താ ഇങ്ങനെ ആക്കിയെടുത്ത് അവിടെ കുറച്ച് ഫോട്ടോസ് ഞാനെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. വെക്കാൻ സ്ഥലമില്ലാത്തത് കൊണ്ട് എടുത്ത് മാറ്റി വെച്ചേക്കുമായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ ഇവിടെല്ലാം ഒന്ന് വൃത്തിയാക്കിയിട്ട് എൻ്റെ ആ ഫോട്ടോസൊക്കെ ഞാൻ അവിടെ എടുത്ത് വെച്ച്, അതുപോലെ തന്നെ ഒരുങ്ങുന്ന സാധനങ്ങളൊക്കെ ഞാൻ അടുക്കി ഇവിടെ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ ഇത്രയും സ്പേസ് ഉണ്ട് കേട്ടോ. നേരത്തെ ഇവിടെ ആണെങ്കിൽ സാധനങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയായിരുന്നു. ഞാൻ നിങ്ങളെ നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ. പിന്നെ കട്ടിലിൻ്റെ പൊസിഷനോടൊന്ന് മാറ്റി. കട്ടിൽ നേരത്തെ ഇപ്പുറത്തെ സൈഡിലല്ലായിരുന്നോ കിടന്നത്, ഇപ്പം ദാ ഇങ്ങോട്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടെ നല്ല സ്ഥലമുണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല രീതിക്ക് സ്ഥലം കിട്ടിയിട്ടുണ്ട് ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കിനും. ഇനി അടുത്തത് അടുക്കള കാണണ്ടേ. അടുക്കളയും ഞാൻ ഏറെക്കുറെ നല്ല രീതിക്ക് വൃത്തിയാക്കിയിട്ടുണ്ട്. പിന്നെ അതാ അച്ഛൻ അവിടെ നിൽപ്പുണ്ട് കേട്ടോ. അച്ഛനാണെങ്കിൽ എനിക്ക് മീൻ കഴുകി തരുവാണ്. ഇവിടെയൊക്കെ നല്ല വൃത്തികേടായിട്ട് കിടക്കുമായിരുന്നു. ഞാൻ നല്ല വൃത്തിയാക്കി ഇട്ടിട്ടുണ്ട്, കണ്ടില്ലേ. അത്യാവശ്യം നല്ല രീതിക്ക് വൃത്തിയാക്കിയിട്ട് അങ്ങനെ ഞാൻ വന്ന് ചായ ഇട്ട് അച്ഛന് ചായ കൊടുത്ത് ഞാനും ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഉണ്ട് വേറൊരാൾ ഇവിടെ വന്നിരിക്കുന്നത്. വേറെ ആരുമല്ല, നമ്മുടെ മിട്ടു. ഇവൻ്റെ കാര്യം പറയാനാണെങ്കിൽ ഇവൻ ചായ കുടിക്കത്തില്ല, പലഹാരങ്ങളൊന്നും കഴിക്കത്തില്ല. ഇവന് മീൻ പുഴുങ്ങി ചോറ് കൊടുത്താൽ അവൻ എത്ര വേണേലും തിന്നും. അതും കുറച്ച് കുറച്ചായിട്ടേ തിന്നത്തുള്ളൂ. ചില പൂച്ചകളൊക്കെ എന്ത് കൊടുത്താലും കഴിക്കും. ഇവനാണെങ്കിൽ ഒരു വക കഴിക്കത്തില്ല. പിന്നെ രാത്രി ആയപ്പോഴത്തേക്കിനും നല്ല അടിപൊളി മത്തിക്കറിയൊക്കെ കൂട്ടി ചോറുണ്ണാൻ പോവാണ് കേട്ടോ. ഇവിടെ വേണ്ട വാതിലിൽ തന്നെ നമ്മുടെ ജൂലി മക്കളൊക്കെ വന്ന് ഇപ്പോൾ ഉണ്ട്. ഇതാ വണ്ടിയുടെ അടിയിൽ കണ്ടോ, ഭയങ്കര വഴക്കാണ് കേട്ടോ തമ്മിൽ. പിന്നെ നമ്മുടെ ജൂലിപ്പെണ്ണും കൂടുണ്ട്. ജൂലിപ്പെണ്ണാണ് ഇവരെ നയിച്ചുകൊണ്ട് ഇങ്ങോട്ട് വരുന്നത്. പിന്നെ അച്ഛന് ഞാൻ ചോറ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അച്ഛൻ അവിടെ ഇരുന്ന് ചോറ് കഴിക്കുകയാണ് കേട്ടോ. പിന്നെ ഞാൻ പോയി കുളിച്ചിട്ടൊക്കെ വന്നു. ദാ ഈ ഒരു ഐറ്റം കണ്ടോ, ഇത് പൂവൊന്നുമല്ല, ഇത് പാലാണ് കേട്ടോ. ഞാൻ ഫ്രിഡ്ജിൽ പാല് മറ്റേ മോൾഡില്ലേ, ഐസ് മോൾഡിൻ്റെ അകത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാൻ കുറച്ച് ഫേസിൽ തേക്കുകയാണ് കേട്ടോ. എൻ്റെ കയ്യിൽ മറ്റേ ഐസ് റോളറുണ്ട്, പക്ഷേ അതിൽ പാല് വെച്ച് ഐസാക്കാൻ നിന്ന് കഴിഞ്ഞാൽ അത് എനിക്ക് നഷ്ടമാണ്. കാരണം അത്രയും പാല് വേണ്ടേ, ഇതാകുമ്പോൾ കുറച്ച് മതിയല്ലോ. അപ്പോൾ അങ്ങനെ മുഖത്തൊക്കെ തേച്ചിട്ട് ഞാൻ കിടന്ന് ഉറങ്ങാൻ പോവാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യണേ, സപ്പോർട്ട് ചെയ്യണേ. ബൈ ബൈ.